നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകാലത്ത് ഭരണം, ജനാധിപത്യ സ്ഥാപനങ്ങൾ, ആളോഹരി സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ 2014 മുമ്പുണ്ടായിരുന്ന വികസനപാത തുടർന്നിരുന്നെങ്കിൽ കൈവരിക്കാമായിരുന്ന നേട്ടങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ പ്രകടനം മോശമായിരുന്നുവെന്ന് പഠനം. ടെക്സാസ് ടെക് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായ കെവിൻ ഗ്രിയറും റോബിൻ ഗ്രിയറും നടത്തിയ പുതിയ പഠനത്തിലാണ് ഇത്തരം ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. പ്രോമിസസ് ഗവർണൻസ് ആൻഡ് ഗ്രോത്ത് ഇൻ ഇന്ത്യ അണ്ടർ മോദി ആൻഡ് ദ ബിജെപി. വാഗ്ദാനങ്ങൾ മോദിയുടെയും ബിജെപിയുടെയും കീഴിലുള്ള ഇന്ത്യയിലെ ഭരണവും വളർച്ചയും എന്ന തലക്കെട്ടിലുള്ള ഈ പഠനം 2014 മുതൽ 2023 വരെയുള്ള ഇന്ത്യയുടെ യഥാർത്ഥ പ്രകടനത്തെ, 2014 മുമ്പ് ഇന്ത്യയുമായി വളരെയധികം സാമ്യമുണ്ടായിരുന്ന രാജ്യങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഒരു സാങ്കൽപ്പിക മാതൃകയുമായാണ് സിന്തറ്റിക് ഇന്ത്യ താരതമ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ അഴിമതി, ജനാധിപത്യം, ഉദാരജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിലുള്ള തുല്യത, നിയമപരമായ തുല്യ സംരക്ഷണം. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഭരണകൂടത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന്മേലുള്ള നീതിന്യായ നിയമനിർമ്മാണ വിഭാഗങ്ങളുടെ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെ 10 ഭരണനിർവഹണ സൂചകങ്ങൾ ഗവേഷകർ പരിശോധിച്ചു. റിപ്പോർട്ട് പ്രകാരം താരതമ്യത്തിനായി ഉപയോഗിച്ച സിന്തറ്റിക് കൗണ്ടർഫാക്ച്വൽ സാങ്കൽപ്പിക മാതൃക നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ 10 സൂചകങ്ങളിലും കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ പകുതിയോളം സൂചകങ്ങളിൽ 45%-ലധികം തകർച്ചയുണ്ടായി. ജനാധിപത്യം, ഭരണനിർവഹണം, സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നീ മേഖലകളിൽ മോദിയുടെ കീഴിലുള്ള ഇന്ത്യ താരതമ്യ പഠനത്തിലെ മാതൃകകളെ അപേക്ഷിച്ച് വ്യാപകവും ഗണ്യവുമായ തോതിൽ പിന്നിലാണെന്നും ഗവേഷകർ നിഗമനം നടത്തുന്നു. ഉദാരജനാധിപത്യം, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിലുള്ള തുല്യത എന്നിവയിൽ കാര്യമായ ഇടിവ് പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ മതസ്വാതന്ത്ര്യത്തിലാണ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത്. അഴിമതി കുറയ്ക്കുന്നതിന് മോദി തന്റെ പ്രചാരണവേളയിൽ ഊന്നൽ നൽകിയിരുന്നെങ്കിലും രാഷ്ട്രീയ അഴിമതി വർദ്ധിക്കുകയാണുണ്ടായത്. തങ്ങളുടെ ഗവേഷണ രീതി തെറ്റിദ്ധാരണാജനകമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഗവേഷകർ മറ്റ് രാജ്യങ്ങളിലും അധിക പരിശോധനകൾ നടത്തി. പരിശോധിച്ച എല്ലാ സൂചകങ്ങളിലും ഇന്ത്യയുടെ കാര്യത്തിൽ കണ്ടെത്തിയ തകർച്ചയുടെ അളവ് കണക്കാക്കിയ പ്ലേസിബോ ഇഫക്റ്റുകളേക്കാൾ, സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന വ്യതിയാനങ്ങളേക്കാൾ കൂടുതലാണെന്നാണ് അവർ കണ്ടെത്തിയത്. സാമ്പത്തിക മേഖലയിലെ കണ്ടെത്തലുകളാണ് പഠനത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗം. യഥാർത്ഥ പ്രതിശീർഷ ജിഡിപി, ഫെർ ക്യാപിറ്റ ജിഡിപി കണക്കാക്കുന്നതിനായി ബംഗ്ലാദേശ് 25%, ചൈന 28%, എത്യോപ്യ 38%, പാകിസ്ഥാൻ 7%, ഫിലിപ്പീൻസ് 2% എന്നിവ ഉൾപ്പെടുന്ന ഒരു സിന്തറ്റിക് കൺട്രോൾ സംയോജിത മാതൃക ഗവേഷകർ രൂപീകരിച്ചു. മോദി സർക്കാരിന്റെ കീഴിലുള്ള മാറ്റങ്ങൾക്കു പകരം 2014 മുമ്പുള്ള പാതയിൽ രാജ്യം മുന്നോട്ടു പോയിരുന്നെങ്കിൽ 2023 ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഏകദേശം $1000 കൂടുതലായിരുന്നേനെ എന്നാണ് അവരുടെ മാതൃക കണക്കാക്കുന്നത്. ഈ വ്യത്യാസം രാജ്യത്തിന്റെ മൊത്തം വാർഷിക സാമ്പത്തിക ഉൽപ്പാദനത്തിൽ ഏകദേശം $1.4 ട്രില്യൺ വർധനവിന് തുല്യമായിരുന്നേനെ എന്ന് പഠനം പറയുന്നു. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സർക്കാർ ജിഡിപി കണക്കുകൾ ഉപയോഗിക്കുമ്പോഴും തങ്ങളുടെ നിഗമനം പ്രതികൂലമായ ഫലം മാറ്റമില്ലാതെ തുടരുന്നുവെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഈ പഠനത്തിലെ കണ്ടെത്തലുകളിൽ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. പരിശോധനയ്ക്ക് വിധേയമാക്കിയ കാലയളവിന്റെ അവസാനത്തോടെ ഇന്ത്യയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യ നിലവാരം സമാന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു സാങ്കൽപ്പിക മാതൃകയുമായി സിന്തറ്റിക് കൗണ്ടർഫാക്ച്വൽ താരതമ്യം ചെയ്യുമ്പോൾ 56.2% കുറവായിരുന്നുവെന്ന് പഠനം കണക്കാക്കുന്നു. മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 2014 മുമ്പ് ഇന്ത്യയും ആ സാങ്കൽപ്പിക മാതൃകയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെയാണ് മുന്നോട്ടു പോയിരുന്നതെന്നും എന്നാൽ അതിനുശേഷം വലിയ അന്തരമുണ്ടായെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. 2013 ഇന്ത്യയുടെ നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ അന്തരം 168.7%. ഫീഡം ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം അളവുകോലുകളിൽ പക്ഷപാതപരമായ സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് പഠനരചയിതാക്കൾക്ക് ബോധ്യമുണ്ട്. എങ്കിലും 10ഓളം വ്യത്യസ്ത സൂചകങ്ങളിൽ ലഭിച്ച ഫലങ്ങളുടെ സ്ഥിരത കണക്കിലെടുക്കുമ്പോൾ ഇതിൽ ചിട്ടയായ പക്ഷപാതം, സിസ്റ്റമാറ്റിക് ബയസ് ഉണ്ടെന്ന വാദം നിലനിൽക്കില്ലെന്നും അവർ വാദിക്കുന്നു. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നിലനിൽക്കത്തന്നെ ബിജെപിയും മോദിയും എന്തുകൊണ്ട് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠനം പരിശോധിക്കുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാൾ വിജയിക്കുന്ന തിരഞ്ഞെടുപ്പ് രീതിയും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുള്ള ഭിന്നതയുമാണ് ഇതിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടർമാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലുള്ള ബിജെപിയുടെ സ്ഥാനം ഭരണാധികാരം നേടുന്നതിലേക്ക് നയിക്കാമെന്ന് അവർ വാദിക്കുന്നു. നല്ല ഭരണം,
ഗുഡ് ഗവർണൻസ് പോലുള്ള ആശയങ്ങളെ മോദിയുടെ അനുയായികൾ വ്യത്യസ്തമായാകാം വ്യാഖ്യാനിക്കുന്നതെന്നും ജനാധിപത്യ മതസ്വാതന്ത്ര്യങ്ങളുടെ തകർച്ചയായി ഗവേഷകർ വിലയിരുത്തുന്ന ചില സംഭവവികാസങ്ങളെ അദ്ദേഹത്തിന്റെ അനുയായികൾ പോസിറ്റീവായ കാര്യങ്ങളായി കാണാൻ സാധ്യതയുണ്ടെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ചുരുക്കത്തിൽ 2014 മുതൽ 2023 വരെ കാലയളവിൽ സമാന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കൽപ്പിക മാതൃകയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭരണം, ജനാധിപത്യ സ്ഥാപനങ്ങൾ, ആളോഹരി സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ഇന്ത്യ കാര്യമായ പിന്നോക്കാവസ്ഥയാണ് നേരിട്ടതെന്ന് റിപ്പോർട്ട് വാദിക്കുന്നു.